Hi friends, it's me Priya Hariprasad. Welcome back. Welcome to the world of economics. Hope that you all are fine, safe and happy. ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കൊളൂസീവ് മോഡൽ ഓഫ് ഡ്യുവോപ്പൊളി ആണ്. കാർട്ടൽ കൊളൂസീവ് ഡ്യുവോപ്പൊളി, കാർട്ടൽ മോഡൽ ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം കാർട്ടൽ കൊളൂസീവ് ഒലിഗോപ്പൊളി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് ഫോംസ് ഉള്ളത് കൊണ്ട് കാർട്ടൽ ഡ്യുവോപ്പൊളി മോഡൽ എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പം ഈ കാർട്ടൽ മോഡൽ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ ദെൻ അപ്പം ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ദിസ് ഈസ് ഓൾസോ എ റിക്വസ്റ്റഡ് വീഡിയോ. ദാറ്റ് ഈസ് മൈ പ്ലെഷർ ഓൾസോ. Okay, then come, let's learn together. Let's begin the class. Before that, please try to subscribe my channel and support my channel. Maximum നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ എന്തെങ്കിലും ലോസും തിയറീസും ആവശ്യമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. റൈറ്റ് ഡൗൺ ഇൻ ദ കമന്റ് ബോക്സ്. ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഞാൻ അത് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. എന്താണ് നമുക്ക് ഈ കാർട്ടൽ ഡ്യുവോപ്പൊളി മോഡൽ പറയുന്നത് നോക്കാം. ഓക്കെ, ആക്ച്വലി ഈ കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എഗ്രിമെന്റ് ആണ്. ഒരു എഗ്രിമെന്റ് ആണ്. രണ്ട് ഫേംസ് തമ്മിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ഫേംസ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു. ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കാർട്ടൽ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എഗ്രിമെന്റ് ആണ്. രണ്ട് ഫേംസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഫേംസ് ഒരു എഗ്രിമെന്റിൽ എത്തുക. അതായത് എന്തിനാണ്, അതേപോലെ ഒരേപോലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേംസ് തമ്മിലുള്ള എഗ്രിമെന്റ് ആണിത്. എന്തിനാണ് അവർ എഗ്രിമെന്റ് എത്തുന്നത്? അപ്പൊ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. എങ്ങനെ? ടുഗെദർ, രണ്ടുപേരും ഒരുമിച്ച്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഒരു ഫോർമൽ എഗ്രിമെന്റിൽ എത്തുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഈ കാർട്ടൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, കാർട്ടൽ എന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണ്. അപ്പൊ ഈ കൊളൂഷൻ പറഞ്ഞാലും അത് തന്നെയാണ്. പ്ലസ് ആണ് ഈ കൊലൂഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ എന്താണ്, പ്ലസ് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ കൂടിയത് എന്നാണ് അർത്ഥം, ഏതെങ്കിലും കൂടി ചേർന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഈ കാർട്ടൽ അല്ലെങ്കിൽ കൊലൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് മീനിങ്. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കാർട്ടൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഹൂ കൊളൂഡ് വിത്ത് ഈച്ച് അതർ. കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഫേംസ്. ഓക്കെ, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ അവരെല്ലാവരും എന്താ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, മനസ്സിലായി, ഒരു ഗ്രൂപ്പ് ആവുകയാണ്. ആ ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുക, കൊളൂഡ്, ഒരുമിച്ച്, ടുഗെദർ അല്ലെ, ഒരുമിച്ച് വന്നിട്ട് വർക്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർട്ടൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഹു കൊളൂഡ് വിത്ത് ഈച്ച് അതർ. കാർട്ടൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഫേംസിന്റെ ഒരു ഗ്രൂപ്പാണ്, കുറച്ച് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിന്റെ ഒരു ഗ്രൂപ്പാണ്. അവര് കൊളൂഡ് വിത്ത് ഈച്ച് അതർ, എല്ലാവരും കൂടി ചേരുകയാണ് ചെയ്യുന്നത്. കൊളൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതില്ലേ. ഓക്കെ, അപ്പൊ കൂടി ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, then associations in the same sphere of business. നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ അസോസിയേഷൻ ആണ്. ഇതൊരു അസോസിയേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള അസോസിയേഷൻ? ഇൻ ദ സെയിം സ്പിയർ ഓഫ് ബിസിനസ്, സെയിം ബിസിനസ് ഫീൽഡിലുള്ള, സെയിം സ്പിയർ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ബിസിനസ് ഫീൽഡിലുള്ളവരുടെ ഒരു അസോസിയേഷൻ. ഓക്കെ, അവരൊരു എഗ്രിമെന്റിൽ എത്താം. നമുക്ക് ഒരുമിച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരുമിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യാം, ഒരുമിച്ച് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാം. അങ്ങനെ ഒരു എഗ്രിമെന്റിൽ വരികയാണ്. ഓക്കെ, അവരുടെ ഒരു അസോസിയേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കാർട്ടൽ എന്ന് പറയുക. ഓക്കെ, ഇനി എന്താണ് നമ്മളിപ്പോ കൊലൂഷൻ എന്ന് പറയുന്നത്? എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഫോംസ് ഇൻ ആൻ അൺഡിഫറൻഷിയേറ്റഡ് ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രി. ഒരു ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയില് ഒന്നോ രണ്ടോ ഫേംസ് അല്ലെങ്കിൽ രണ്ട് ഫേംസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, എങ്ങനെയുള്ള പ്രോഡക്റ്റ് വിൽക്കുന്ന ഒലിഗോപോളിസ്റ്റിക് ഫേമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അൺഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് എങ്ങനെയായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും, ഒരേപോലുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, ഡിഫറൻഷിയേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. ഈ ഡിഫറൻഷിയേറ്റഡ് മോഡൽ പറയുന്ന വേറൊരു മോഡൽ ഉണ്ട്, നമുക്ക് അത് പഠിക്കാൻ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഏതാണ്? ഡിഫറൻഷിയേറ്റഡ് അല്ലാത്ത, ഹോമോജീനിയസ്, ഒരേപോലുള്ള സാധനങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഫേംസ് തമ്മിലുള്ള, അല്ലെങ്കിൽ ഒലിഗോപോളിസ്റ്റിക് ഫേംസ് തമ്മിലുള്ള എന്താണ്, എഗ്രിമെന്റ്. അതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയാ, കൊളൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ കൊളൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഫോർമൽ എഗ്രിമെന്റ് അല്ലെ, ഇറ്റ്സ് എ ഫോർമൽ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റ് ആണ് between the firms in an undifferentiated oligopolistic industry. Undifferentiated products വിൽക്കുന്ന ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയിലുള്ള ഫേംസ് തമ്മിലുള്ള ഒരു എന്താണെന്ന് പറയുന്നത്, എഗ്രിമെന്റ്. അതിനെയാണ് എന്തെന്ന് പറയാ,
എന്തെന്ന് പറയാ, കാർട്ടൽ മോഡൽ കൊളൂഷൻ എന്ന് പറയാം, കൊളൂഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പക്ഷെ പറയുന്നത് രണ്ട് ഫേംസിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് മോഡലാണ്? ഡ്യുവോപ്പൊളി ആണ്. അത് ഏതാണ്? ഒലിഗോപോളിസ്റ്റിക് ഫേമിൽ രണ്ട് പേരുടെ കാര്യം നമ്മൾ എടുത്ത് പറയുമ്പോൾ അത് എന്ത് മോഡൽ ആവും? കൊളൂസീവ് ഡ്യുവോപ്പൊളി ആണ്. കാരണം ഡ്യുവോപ്പൊളി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർട്ടിക്കുലർ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി 2 sellers, ഓക്കെ, ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് എത്ര സെല്ലേഴ്സ് ഉണ്ടാവുള്ളൂ? ഇവിടെ 2 sellers. അതാണല്ലോ ഡ്യുവോപ്പൊളി എന്ന് പറയുന്നത്, ആണല്ലോ. അതുകൊണ്ട് ഓക്കെ. ദെൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ്രിമെന്റിൽ എത്തുന്നത്? ഇൻ ഓർഡർ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മത്സരം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മത്സരം അവോയ്ഡ് ചെയ്തതിനു ശേഷം അവർ ഒരുമിച്ച് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാണ്, പ്രൈസ് ഫിക്സ് ചെയ്യാണ്, ഒരുമിച്ച് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ പ്രോഡക്ട്സ് എങ്ങനെയുള്ളതാണ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്, പകരം വെക്കാം, ഒരുപോലുള്ള സാധനമായിരിക്കും. അതുകൊണ്ട് മനസ്സിലായോ? ചെറിയ സ്ലൈറ്റസ്റ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ ഒരു ഫോർമൽ എഗ്രിമെന്റിൽ എത്തുന്നു. ഓക്കെ, then when two firms get together and agree to set price and output so as to maximize profit, നമുക്ക് we can call അതിനെന്താണ്? കാർട്ടൽ കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറയാം. അതായത് രണ്ട് ഫേംസ് എന്തിനെത്തുകയാണ്? ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ്. ഗെറ്റ് ടുഗെദർ, രണ്ട് ഫേംസ് ഒരുമിച്ച് കൂടാണ്. എന്തിന്? ആൻഡ് എഗ്രി, അവർ എഗ്രി ചെയ്യാണ്. എന്തിന്? ടു സെറ്റ് പ്രൈസ്, പ്രൈസ് ഫിക്സ് ചെയ്യാനും, അതേപോലെ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാനും, അതേപോലെ മാക്സിമൈസ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും. പ്രൈസ് ഫിക്സ് ചെയ്യുക, ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ഈ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് ഫേംസ് ഒരുമിച്ച് കൂടി ഒരു എഗ്രിമെന്റിൽ എത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറയാം. അത് ഏതാണ്? കാർട്ടൽ, അല്ലെ? ആ ഒരു കാർട്ടൽ മോഡൽ ഓഫ് കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ കാർട്ടൽ മോഡൽ ഓഫ് കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്നാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് കാർട്ടൽ എന്ന് എഴുതണം. കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഒരു ഗ്രൂപ്പാണ്, അല്ലെ? അതായത് ഫേംസിന്റെ ഒരു ഗ്രൂപ്പാണ് ഈ കാർട്ടൽ എന്ന് പറയുന്നത്. ഒരു എഗ്രിമെന്റിലൊക്കെ ഓക്കെയാണ് അവര് എന്താണ്? ദേ ക്യാൻ വർക്ക് ടുഗെദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. അതായത് ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് ഇൻ ഓർഡർ ടു സെറ്റ് പ്രൈസ്, ഇൻ ഓർഡർ ടു സെറ്റ് ഔട്ട്പുട്ട്, അല്ലെ? ഔട്ട്പുട്ടും പ്രൈസും പ്രോഫിറ്റും ഒക്കെ മാക്സിമൈസ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും ഒക്കെ എഗ്രിമെന്റിൽ ഓക്കെ റെഡി ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് റെഡി ആയിട്ട് വരുന്ന ഒരു ഇതാണ് എഗ്രിമെന്റ്. അതിനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു അസോസിയേഷൻ ആണ്. അസോസിയേഷൻസ് ഇൻ ദ സെയിം സ്പിയർ ഓഫ് ബിസിനസ്, ഒരേ ബിസിനസ് ഫീൽഡിലുള്ളവരുടെ ഒരു അസോസിയേഷൻ എന്ന് പറയാം. Then agreement between the firms in an undifferentiated oligopolistic industry, അല്ലെ? ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയിലെ അൺഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഫേംസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ, എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ എയിം എന്ത് തന്നെയാണ്? കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാം. Then when two firms get together and agree to set price and output so as to maximize profit, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് രണ്ട് ഫേംസ് കൂടി ചേർന്ന് പ്രൈസും ഔട്ട്പുട്ടും സെറ്റ് ചെയ്യാൻ, അതായത് ഡിസൈഡ് ചെയ്യാൻ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം കാർട്ടൽ, അല്ലെ? കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറയാം. മനസ്സിലായി? അതിനെയാണ് കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറയാം. ഇനി നമുക്ക് അതിന്റെ അസംഷൻസിലോട്ട് പോവാം ഡയറക്ട്ലി. ഓക്കെ, കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇവിടെ എത്ര ഫേംസ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്? കാർട്ടൽ കൊളൂസീവ് ഡ്യുവോപ്പൊളിയിലെ 2 firms, A and B. There are only 2 firms in the market. നമ്മൾ അസ്യൂം ചെയ്യാണ് A and B. Then ഫേംസ് വിൽക്കുന്ന പ്രോഡക്ട്സ് എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് കേട്ടോ, പകരം വെക്കാൻ പറ്റുന്ന ഗുഡ്സ് ആണ്. ഫേംസ് ചെയ്യുന്ന ഗുഡ്സ് എങ്ങനത്തെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്, പകരം വെക്കാൻ കഴിയും. ദെൻ പെരിഷബിൾ ഗുഡ്സ് ആണ്. എന്ന് വെച്ചാൽ പെരിഷബിൾ പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഗുഡ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഗുഡ്സിന്റെ കാര്യമല്ല ഇവിടെ കാർട്ടൽ മോഡലിൽ പറയുന്നത്. പെരിഷബിൾ ഗുഡ്സ് ആണ്, അതും കൂടെ നിങ്ങൾ അസ്യൂം ചെയ്യണം. അതേപോലെ ഈച്ച് ഫേം നോസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, ഓരോ ഫേംസിനും അവരുടേതായിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് അവർക്ക് പൂർണ്ണ അറിവുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നോളേജബിൾ ബയേഴ്സും ഉണ്ട്. കുറച്ച് നോളേജബിൾ ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്, അതായത് പ്രോഡക്ട്സിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് ബയേഴ്സും ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. We have to assume like that, okay, in this model. Then different cost curves, രണ്ട് ഫേംസിനും ഡിഫറെന്റ് കോസ്റ്റ് കർവ്സ് ആണ്. കോസ്റ്റ് കർവ്സ് വേറെ വേറെയാണ് രണ്ടു പേർക്കും, ചെലവ് വേറെ വേറെയാണ് കേട്ടോ, സെയിം അല്ല കോസ്റ്റ് കർവ്സ്. അത് അസ്യൂം ചെയ്യണം നമ്മള്. അതുപോലെ സെയിം എക്സ്പെക്ടേഷൻസ്, പക്ഷെ എക്സ്പെക്ടേഷൻസ് സെയിം ആണ്. കാരണം രണ്ടുപേർക്കും എന്താണ്? കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഇതൊക്കെയാണ് രണ്ടുപേരുടെയും എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ് അവരുടെ എക്സ്പെക്ടേഷൻസ്. അപ്പൊ സെയിം എക്സ്പെക്ടേഷൻസ് ആണ് രണ്ടുപേർക്കും ഉള്ളത്, രണ്ട് ഫേംസിലും ഉള്ളത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, വൺ മോർ ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ദ അസംഷൻസ് ഓഫ് എന്താണ് കാർട്ടൽ കൊളൂസീവ് ഡ്യുവോപ്പൊളി. നോക്കിക്കോളൂ, 2 firms A and B. There are only 2 firms in the market or industry. എന്താണ്? A and B.
then they are producing substitute goods or identical goods എന്ന് നമുക്ക് പറയാം. കാരണം പകരം വെക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏകദേശം ഏറെക്കുറെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്, പക്ഷെ സ്ലൈറ്റസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്നും കൂടെ നമ്മൾ അസ്യൂം ചെയ്യണം കേട്ടോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, പക്ഷെ കംപ്ലീറ്റ്ലി ഒന്നില്ലെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാം. ഗോട്ട് ഇറ്റ്? ഓക്കെ, then പെരിഷബിൾ ഗുഡ്സ് ആണ്, പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളാണ്. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഈച്ച് ഫേം നോസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഓരോ ഫേംസിനും അവരുടെ മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് പെർഫെക്റ്റ് നോളേജ് ഉണ്ട്. അതേപോലെ തന്നെ നോളേജബിൾ ബയേഴ്സ് ഉണ്ട്. മാർക്കറ്റിൽ എന്താണ് നോളേജ്, കുറച്ച് അറിവുള്ള ബയേഴ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയാവുന്ന ബയേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഡിഫറെന്റ് കോസ്റ്റ് കർവ്സ് അല്ലെ. കോസ്റ്റ് കർവ്സ് ഡിഫറെന്റ് ആയിരിക്കും ഫോർ ഈച്ച് ഫോം. ഓക്കെ, രണ്ട് ഫോംസിനും വേറെ വേറെ ആയിരിക്കും കോസ്റ്റ് കർവ്സ് എന്ന് പറയുന്നത്. ദെൻ സെയിം എക്സ്പെക്ടേഷൻസ്. അവിടെ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ സെയിം ആയിരിക്കും. കാരണം അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഔട്ട്പുട്ടും പ്രൈസും ഒരുമിച്ച് സെറ്റ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അത് തന്നെയാണ് രണ്ടുപേരുടെയും എക്സ്പെക്ടേഷൻസ്. മനസ്സിലായി? അതേപോലെ രണ്ടുപേരും വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ്, എ വിചാരിക്കുന്ന പോലെയാണ് ബി വിചാരിക്കുന്നത് എന്ന്. അങ്ങനെ രണ്ടുപേരുടെ എക്സ്പെക്ടേഷൻസ് സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഡയഗ്രത്തിലോട്ട് വരാം. ഇതാണ് കാർട്ടൽ കൊളൂസീവ് ഡിയോപോളി മോഡലിന്റെ ഡയഗ്രം എന്ന് പറയുന്നത്. ഈ തിയറിയുടെ ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ എഴുതണം. അത് കഴിഞ്ഞ ശേഷം അസംഷൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കണം. അപ്പൊ ഞാൻ അവിടെ സ്പേസിന്റെ പ്രോബ്ലം കൊണ്ടാണ് അസംഷൻസ് എഴുതിയില്ല. അസംഷൻസ് എന്ന് എഴുതിയിട്ട് ഇത്രയും പോയിന്റ്സ് എഴുതണം. എത്ര എഴുതാൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു അത്രയും എഴുതണം. മാക്സിമം എഴുതുമ്പോൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാർട്ടൽ ഡിയോപോളി എന്ന ഹെഡിങ് എഴുതിയിട്ട് കൊളൂസീവ് ഡിയോപോളി എന്ന് ഹെഡിങ് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പൊ മൂന്ന് ഡയഗ്രാംസ് വരയ്ക്കണം. 3 ഡയഗ്രാംസ് വരച്ച് വൈ ആക്സിസും എക്സ് ആക്സിസും ഒറിജിനും എല്ലാം മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം മാർക്ക് ചെയ്യാൻ വിടരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ വരുന്ന മൂന്നാമത്തെ ഡയഗ്രാം ഉണ്ടല്ലോ, ഡയഗ്രത്തിന് ഓരോന്നിനും വേണമെങ്കിൽ പേര് കൊടുക്കാം കേട്ടോ. 1 2 3 എന്ന് നമുക്ക് പേര് കൊടുക്കാം. 1 2 and 3 അങ്ങനെ പേര് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഇവിടെ മുതലാണ് വരച്ചു തുടങ്ങേണ്ടത്. ഒരിക്കലും ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്ത് 3 ഇത് മാത്രം വരച്ചതിന് ശേഷം ഇവിടെ വരയ്ക്കണം. ഇവിടെ നമ്മൾ ഇത് വരച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്താ വരയ്ക്കേണ്ടത്? ആവറേജ് റവന്യൂ കർവ്, അതായത് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്. രണ്ടും സെയിം അല്ലേ? ARഉം ഡിമാൻഡ് കർവും സെയിം അല്ലേ ഒലിഗോപ്പൊളിയിലൊക്കെ? പിന്നെന്താണ് MR കർവ്. ഓക്കെ, അത് വരയ്ക്കുക. അതിനുശേഷം MC കർവ് താഴെ നിന്നും MR കർവിനെ കട്ട് ചെയ്യുന്ന പോലെ മുകളിലോട്ട് വരയ്ക്കുക. ഈ MC കർവ് എയുടെയും ബിയുടെയും കൂടി ഉള്ളതാണെന്ന് മാർക്ക് ചെയ്യുക. E എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ആ ഇക്വിലിബ്രിയം പോയിന്റ് നേരെ ഡോട്ട് 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 ഇട്ടിട്ട് ഈ കർവ് ഈ ഡയഗ്രാം വരെ കണക്ട് ചെയ്യിപ്പിക്കണം. മനസ്സിലായല്ലോ? ഈ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ കിട്ടി നമുക്ക്? MC കർവ് ഈ MR കർവിനെ ടച്ച് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഈ നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സിലൊക്കെ അങ്ങനെയാണല്ലോ. ഓക്കെ, എന്നിട്ട് അത് നേരെ ഡയറക്ട്ലി ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുക. അതേപോലെ ഇവിടെ നിന്ന് മുകളിലോട്ട് നേരെ വരയ്ക്കുക. ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി നേരെ എവിടെ എത്തണം? നമ്മള് ആവറേജ് റവന്യൂവിൽ ടച്ച് ചെയ്യണം. അങ്ങനെയല്ലേ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? അങ്ങനെ നേരെ ഇവിടെ നിന്ന് താഴോട്ട് നേരെ ലൈൻ വരച്ച് ഇവിടെ ടച്ച് ചെയ്ത് ആവറേജ് റവന്യൂ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കുക P. അതാണ് OP എന്ന് പറയുന്നത്, പ്രൈസ്. ഓക്കെ, രണ്ട് ഫേംസും റെഡിയായി ആ പ്രൈസിന്. എന്ന് വെച്ചാൽ ആ പ്രൈസ് തന്നെയാണ് ഈ ഫേം ബിക്കും. ഇത് ഫേം ബിയുടെ ആണ്, ഇത് ഫേം എയുടെ ആണ്. ഓക്കെ, 1 എന്ന് പറയുന്നത് ഫേം എയുടെ കർവാണ്, 2 എന്ന് പറയുന്നത് ബിയുടെ ആണ്. അപ്പൊ ഫേം ബിക്കും ആ പ്രൈസ് തന്നെയാണ്. അപ്പൊ നേരെ ഡോട്ട് ഇട്ടിട്ട് ഇവിടെ കണക്ട് ചെയ്യുക, P എന്ന് എഴുതുക. അതേപോലെ നേരെ അതേ ലൈൻ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് അതേപോലെ എന്ത് കണക്ട് ചെയ്യുക? ഇവിടെയും എഴുതിയിട്ട് P എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പൊ രണ്ട് ഫേംസും ഈ OP പ്രൈസിന് പ്രോഡക്റ്റ് വിൽക്കാൻ തയ്യാറാണ്. കാരണം രണ്ടുപേരും ഇവിടെ ഒരു എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ MC-യും MR-ഉം ഈക്വൽ ആവുന്ന പോയിന്റിൽ വെച്ചിട്ട് ഈ ആവറേജ് റവന്യൂ ടച്ച് ചെയ്യുന്ന പോലെ പ്രൈസ് ഫിക്സ് ചെയ്തു. എന്ന് വെച്ചാൽ ആ പ്രൈസ് തന്നെയാണ് ഫേം ബിയുടെയും ഫേം എയുടെയും. രണ്ടുപേരും ആ പ്രൈസിന് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തല്ലോ. ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഇതേപോലെ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും? MC കർവിനെ ടച്ച് ചെയ്യിപ്പിക്കും. അപ്പൊ ഇവിടെയാണല്ലോ MR ഉള്ളത്. അപ്പം ഇവിടെ നമ്മള് MC കർവിനെ അവിടെ ടച്ച് ചെയ്യിപ്പിക്കുന്ന പോലെ MC കർവ് എയുടെ MC കർവ് വരച്ചു. അവിടെ വെച്ചിട്ട് എന്താണ് നേരെ വരച്ചു. ആ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തു. എയുടെ ഔട്ട്പുട്ട് OMA, എയുടെ ഔട്ട്പുട്ട് OMA. അതേപോലെ തന്നെ ബി എന്ത് ചെയ്തു? ബിയും അതേപോലെ MC കർവ് ഈ MR കർവ് ഇവിടെയല്ലേ ആ ജോയിൻ ചെയ്യുന്ന അവിടെ ടച്ച് ചെയ്യുന്ന പോലെ MC കർവ് ബിയുടെ MC കർവ് MCB കണ്ടോ ടച്ച് എഴുതിപ്പിച്ചു വരച്ചു. എന്നിട്ട് നേരെ നേരെ വരച്ചു. ആ ടച്ച് ചെയ്യുന്ന ലൈനിൽ കൂടെ നേരെ വരച്ചു. ബിയുടെ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തു OMB. അപ്പോ OMA എമൗണ്ട് ഓഫ് ആരാണ്? എ എന്ന് പറയുന്ന ഫോം OMA എമൗണ്ട് ഔട്ട്പുട്ടും
ബി എന്ന് പറയുന്ന ഫേം OMB എന്ന് പറയുന്ന ഔട്ട്പുട്ടും OP പ്രൈസിന് വിൽക്കാനായിട്ട് കാർട്ടലിൽ സൈൻ ചെയ്തു. രണ്ടുപേരും റെഡിയാണ്, എഗ്രിമെന്റിൽ സൈൻ ചെയ്തു. അങ്ങനെ അവര് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഞാൻ പോയിന്റ് ഔട്ട് എഴുതിയിട്ടുണ്ട് ഈ ഡയഗ്രത്തിന്റെ കാര്യം. പ്ലാൻ ടു സെൽ OM യൂണിറ്റ്സ് അറ്റ് OP പ്രൈസ്. അതായത് രണ്ടുപേരും OM യൂണിറ്റ്സ് ഔട്ട്പുട്ട് OP പ്രൈസിന് വിൽക്കാൻ തയ്യാറാവുകയാണ്. എന്ന് വെച്ചാൽ ഫേം A OMA എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടും ഫേം B OMB എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടും രണ്ടുപേരും അങ്ങനെ തീരുമാനിച്ചു. ശരിയാണല്ലോ? എങ്ങനെയാ തീരുമാനിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഓക്കെ, ദെൻ എക്സ്പെക്ടേഷൻസ് എന്താണ് ഇനി അവരുടെ രണ്ടുപേരുടെയും? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, LMNP എന്ന് പറയുന്ന ഏരിയ, അതായത് ഇതാണ് L കേട്ടോ, ഞാൻ L എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാ LMNP എന്ന് പറയുന്ന ഈ ഏരിയ A എന്ന് പറയുന്ന ഫേമിന്റെ എക്സ്പെക്ടേഷൻ ആണ്. അത്രയും പ്രോഫിറ്റ് വേണോ എന്നുള്ളത്. ബി എന്ന് പറയുന്ന ഫേമിന്റെ RSTP എന്ന് പറയുന്ന ഏരിയ, അത് ആരുടെ പ്രോഫിറ്റ് ആണ്? ആരുടെയാണ്? ബിയുടെ. അപ്പൊ രണ്ടുപേരും അത്രയും എയിം ചെയ്യുന്നു. LMNP ആര് എയിം ചെയ്യുന്നു? A. ബി എന്ന് പറയുന്നത് RSTP. അപ്പൊ രണ്ടുപേരുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. കണ്ടോ, ഇത്രയും. ഇത് ഏറെക്കുറെ സെയിം ആയി വരുള്ളൂ കേട്ടോ. ചിലപ്പം ചെറിയ വേരിയേഷൻ വരും, കാരണം ബിയിൽ കുറച്ച് കുറവ് അങ്ങനെയൊക്കെ വരും. അതൊന്നും കാര്യമില്ല. പക്ഷെ ഈ നിങ്ങൾ എഴുതുന്ന കാര്യം കറക്റ്റ് ആയിട്ട് എഴുതണം. LMNP എന്ന് പറയുന്നത് എയുടെ പ്രോഫിറ്റ്, അത്രയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ബി എന്ന് പറയുന്നത് RSTP, അത്രയും പ്രോഫിറ്റ് ഈ ഏരിയ. ഓക്കെ, RSTP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും അവര് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അവർ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് OM എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട്, ഫേം A OMAയും ഫേം B OMBയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് OP എന്ന് പറയുന്ന പ്രൈസ്, ഇവിടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് ഫിക്സ് ചെയ്ത പ്രൈസിന് വിൽക്കുന്നു. രണ്ടുപേരും ഈ പ്രോഫിറ്റ് വേറെ രണ്ടുപേരും വിചാരിക്കുന്നു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ. അങ്ങനെ LMNP RSTP എന്ന് പറയുന്ന ഈ മാക്സിമം പ്രോഫിറ്റ് ട്രൈ ടു ഏൺ ജോയിന്റ്ലി. അവരെന്താ ചെയ്യുന്നത്? ജോയിന്റ് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടുപേരും കൂടി ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അവര് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. അതാണ് കൊളൂസീവ് ഡിയോപോളി മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടെ ഡയഗ്രാം പറയാം. ഡയഗ്രാം വരയ്ക്കേണ്ടത് ആദ്യം 3 ഇത് വരച്ചിടാം. അപ്പോ തന്നെ XY ഒറിജിൻ എല്ലാം മാർക്ക് ചെയ്യണം. എല്ലാ ഡയഗ്രത്തിനും XY ഒറിജിൻ എല്ലാം മാർക്ക് ചെയ്യണം. മുകളിൽ ഹെഡിങ് കൊടുക്കണം. കൊളൂസീവ് ഡിയോപോളി എന്ന ഹെഡിങ് കൊടുക്കണം. ഇത് 1, 2, 3 എന്ന് കൊടുക്കുക. എന്നിട്ട് ഫേം എയുടെ ഫേം ബിയുടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കോളൂ. ഓക്കെ, ഇവിടെ X ആക്സിസിൽ എല്ലാം എന്താണ് മെഷർ ചെയ്യുന്നത്? ഔട്ട്പുട്ട് തന്നെയാണ് അല്ലെ? X ആക്സിസിൽ എല്ലാം ഔട്ട്പുട്ട് ആണ്, Y ആക്സിസിൽ പ്രൈസ് ആണ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് പ്രൈസ് എന്ന് എഴുതാം. ഇവിടെ എല്ലാം കൂടെ ഔട്ട്പുട്ട് എന്ന് എഴുതണം കേട്ടോ. ഞാൻ സ്പേസിന്റെ പ്രോബ്ലം കൊണ്ടാണ് എഴുതാഞ്ഞത്. ഓക്കെ, ഇനി ആദ്യം വരയ്ക്കേണ്ടത് ഇവിടുത്തെ ആവറേജ് റവന്യൂ കർവ്. നമുക്കറിയാം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഡിമാൻഡ് കർവും സെയിം ആണ്, അത് വരച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് MR കർവ് വരച്ചു. ഇനി MR കർവിന് MC കർവ് താഴെ നിന്ന് കട്ട് ചെയ്യുന്ന പോലെ MC കർവ് വരച്ചു. MC അത് ആരുടെയൊക്കെയാണ്? എയുടെയും ബിയുടെയും കൂടിയാണ്, ആണല്ലോ. ഓക്കെ, അത് വരച്ചപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. ആ ഇക്വിലിബ്രിയം പോയിന്റിന് നേരെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നേരെ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വരച്ച് AR റവന്യൂ കർവിൽ ടച്ച് ചെയ്യണ്ടല്ലേ, അപ്പോഴല്ലേ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചു. OP പ്രൈസ് ഫിക്സ് ചെയ്തു. ആ OP പ്രൈസ് തന്നെയാണ് ആരുടെ? ഫേം എയുടെയും ഫേം ബിയുടെയും. ഓക്കെ, ഇനി രണ്ടുപേരും ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യണം അല്ലെ? എങ്ങനെയാണ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്? ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റിൽ നേരെ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് അല്ലെ? ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോലെ, ഈ ലൈനിൽ എവിടെയാണെങ്കിലും ടച്ച് ചെയ്യുന്ന പോലെ MC കർവ് വരച്ചു അല്ലെ? ഇത് MC ഓഫ് A, അതായത് A എന്ന് പറയുന്ന ഫേമിന്റെ മാർജിനൽ കോസ്റ്റ് കർവാണ്. ഇത് വരച്ചു കഴിഞ്ഞു. അന്ന് വരച്ചിട്ട് അതിനുശേഷം ഈ ജോയിൻ ചെയ്ത ലൈനിലോട്ട് താഴെ നിന്ന് മുകളിലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് വരെയും വരച്ചാൽ മതി അല്ലെ? വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ട് ഇവിടെ താഴെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെയല്ലേ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാം. OMA ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തു. അതേപോലെ എന്തും കൂടെ വരയ്ക്കണം? ആവറേജ് കോസ്റ്റ് കർവ് എയുടെ കോസ്റ്റ് വരയ്ക്കണം. എപ്പോഴും കോസ്റ്റ് താഴെ കിടക്കുന്നതായിട്ട്, താഴെയല്ലേ കിടക്കുക? എന്താ കാരണം? പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ കോസ്റ്റ് താഴെ ആവറേജ് കോസ്റ്റ് കർവ് എയുടെ നമ്മൾ വരച്ചു. മനസ്സിലായോ? ആവറേജ് കോസ്റ്റ് കർവ് വരച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലാസ്റ്റ് പറയാനായിട്ടായിരുന്നു. ആവറേജ് കോസ്റ്റ് കർവ് എയുടെ, മാർജിനൽ കോസ്റ്റ് കർവ് എയുടെ, അങ്ങനെ വരച്ചു. അതിനുശേഷം ആ കോസ്റ്റ് വരച്ചതിന് ഒരു ബോക്സ് നമ്മൾ വരയ്ക്കുക. എന്നിട്ട് എന്താണ് ഇത് കണ്ടോ, ഈ ടച്ച് ചെയ്യുന്നത് ഈ പോയിന്റിലൂടെ കോസ്റ്റിന് താഴെ കൂടെ ഇവിടെ വരയ്ക്കുക. LMNP എന്ന് പറയുന്നത് ആ റെക്ടാംഗിൾ ഏരിയ ആണ്. ആരുടെ പ്രോഫിറ്റ് എക്സ്പെക്ടേഷൻ? ഫേം എയുടെ. ഇനി ഫേം ബിയുടെ കാര്യത്തിലേക്ക് വരുന്നത് ഇതേപോലെ നമ്മൾ MC കർവ് വരയ്ക്കുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് ഒരു വര വരയ്ക്കുന്നു, പ്രൈസ് വരെയും വര വരച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ MCB, ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവാണിത്. രണ്ടുപേർക്ക് വേറെ വേറെ കോസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ദെൻ ആവറേജ് കോസ്റ്റ് കർവ് താഴെ കൂടെ വരയ്ക്കുന്നു. ACB കണ്ടോ, ബിയുടെ
എന്നിട്ട് ഇവിടെ ആ പോർഷൻ വരുമല്ലോ, ഇവിടെ ഈ കൂട്ടിമുട്ടുന്ന പോർഷൻ താഴെ നിന്നും വരയ്ക്കുക. എന്നിട്ട് നമുക്കൊരു ബോക്സ് കിട്ടും, RPTS എന്ന് പറയുന്ന ബോക്സ്. അത് RSTP എന്ന് പറയുന്ന ബോക്സ്. അത് ആരുടെ പ്രോഫിറ്റ് ആണ്? ആര് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ആണ്? ഫേം ബി. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ എന്താണ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാണ്, എഗ്രിമെന്റ് സൈൻ ചെയ്യാണ്. പ്ലാൻ ടു സെൽ OM യൂണിറ്റ്സ് അറ്റ് OP പ്രൈസ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ OM യൂണിറ്റ്സ് ആണ് അവർ വിൽക്കാൻ ശ്രമിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുന്നത്. അറ്റ് വാട്ട് പ്രൈസ്? OP പ്രൈസ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫേം എ OMA എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടും ഫേം ബി OMB എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്ത് OP എന്ന് പറയുന്ന പ്രൈസ്, കോമൺ ആയിട്ടുള്ള പ്രൈസിന് വിറ്റ് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഫേം എ LMNP എന്ന് പറയുന്ന പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനും ഫേം ബി RSTP എന്ന് പറയുന്ന പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനും എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് അവർ പ്രതീക്ഷിക്കുന്നു, മുന്നോട്ട് പോകുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ട്രൈ ടു ഏൺ ജോയിന്റ്ലി ആ മാക്സിമം പ്രോഫിറ്റ് ആയിട്ടുള്ള, അപ്പൊ മാക്സിമം പ്രോഫിറ്റ് എന്താവും? LMNP പ്ലസ് RSTP, ഈ രണ്ടിന്റെയും ടോട്ടൽ അല്ലെ, ഇത് രണ്ടും കൂടെ മാക്സിമം പ്രോഫിറ്റ് ആയിട്ടുള്ള ആ മാക്സിമം പ്രോഫിറ്റ് ജോയിന്റ്ലി നേടിയെടുക്കാനായിട്ട് അവര് ഒരുമിച്ച് ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നു. ഒരേ പ്രതീക്ഷ, മാക്സിമം പ്രോഫിറ്റ് പ്രിഫിക്സ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. ട്രൈ ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ജോയിന്റ് ആയിട്ട് മാക്സിമം പ്രോഫിറ്റ് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രൈസും ഔട്ട്പുട്ടും ഒരേപോലെ ഫിക്സ് ചെയ്തുകൊണ്ട് ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്തുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറയുന്നത്. ഏത്? കാർട്ടൽ. ഓക്കെ, ഇനി വേറെ മോഡൽ ഉണ്ട്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിരിക്കില്ല, ഡിഫറൻഷിയേറ്റഡ് ഗുഡ്സിന്റെയാണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് അൺഡിഫറൻഷിയേറ്റഡ് ആണ്. കാർട്ടൽ, കൊളൂസീവ് ഡ്യുവോപ്പൊളി എന്ന് പറഞ്ഞാൽ അത് അൺഡിഫറൻഷിയേറ്റഡ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, സ്ലൈറ്റസ്റ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ആ കാര്യം ഓർമ്മ വെക്കണം. ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ട്രൈ ടു ഡ്രോ ദ ഡയഗ്രാം 3 or 4 ടൈംസ്. ഓക്കെ, നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്ന പോലെ ആദ്യം ഇവിടെ വരച്ചിട്ട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം വരയ്ക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ വരച്ചതിന് ശേഷം 3-4 പ്രാവശ്യം നോക്കി വരച്ചതിന് ശേഷം ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണാതെ നിങ്ങൾ വരച്ച് നോക്കണം. ഓക്കെ, അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നില്ല, ഇത് എനിക്ക് വരയ്ക്കാൻ കഴിയും. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് എക്സാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും, എവിടെയൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ വരച്ച് പഠിക്കണം. നിങ്ങൾ TV കാണുമ്പോഴോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒരു റഫ് ബുക്ക് എടുക്കുക, ഒരു പെൻസിൽ എടുക്കുക, വരച്ച് നോക്കുക. 4-5 പ്രാവശ്യം വരച്ച് നോക്കുക, വരച്ച് നോക്കുക. അതിനുശേഷം കാണാതെ വരച്ച് നോക്കണം. ഏതൊരു ഡയഗ്രാം എക്കണോമിക്സിൽ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇത് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം 2-3 പ്രാവശ്യം കേട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന്. അത് കഴിഞ്ഞ് PG ലെവലിലോട്ട് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ തോന്നും, വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ദാറ്റ്സ് ഓൾസോ മൈ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ലോസും തിയറീസ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. മാക്സിമം എൻ്റെ ചാനൽ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് സജസ്റ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ടേക്ക് കെയർ, ബൈ.